പ്രിയ ബഹുമാനപ്പെട്ട വികാരിച്ച ജെയിംസിച്ച, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരങ്ങളെ, ഇവിടെ വന്ന് ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുക. റബ്ബർ പട്ടം സ്വീകരിച്ചതിന് ശേഷം റബ്ബർ പട്ടത്തിന് മുമ്പുള്ളതായ ഓരോ ഞായറാഴ്ചകളിലും പല സ്ഥലങ്ങളിലായിട്ടായിരുന്നു വിശുദ്ധ കുർബാന അർപ്പിച്ചത്. നാളെ ഞാൻ പൂനായിലേക്ക് പോവുകയാണ്. അതിന് തൊട്ട് മുമ്പുള്ളതായി ഞായറാഴ്ച പെരുന്നാളിൻ്റെ കൊടിയേറ്റം നടത്തുവാനായിട്ട് ബഹുമാനപ്പെട്ട ജെയിംസിനെ വിളിച്ചു. ഞാൻ ഡേറ്റ് തീരുമാനിച്ചിരുന്നില്ല പോകുന്നത്. ഫെബ്രുവരി 1 വീക്കിൽ പോകണമെന്ന് ചിന്തിക്കുകയായിരുന്നു. പക്ഷേ ജെയിംസിൻ പല അവസരങ്ങളിലായി എന്നെ വിളിക്കുകയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു. എന്നെ കാണുവാനായിട്ട് അച്ഛൻ കൂടുതൽ താല്പര്യമെടുക്കുകയൊക്കെ ചെയ്ത ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തു. പുറ്റൂർ ഇടവകയോട് വ്യക്തിപരമായ ഒരു ബന്ധമുള്ളത് കൊണ്ടും ഞാൻ ഇന്നത്തെ വിശുദ്ധ കുർബാന കൂടി കഴിഞ്ഞതിന് ശേഷം നാളെ പൂനായിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചാണ് ഇന്നിവിടെ വരുവാനായിട്ട് ഇടയായത്. ഈ പുറ്റൂരുമായിട്ടുള്ളതായ എൻ്റെ സവിശേഷ ബന്ധം എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും അറിയണമെന്ന് നിർബന്ധമില്ല. 89 പട്ടം കിട്ടിയതിന് ശേഷം ഞാൻ തിരുവല്ല ആശ്രമത്തിലാണ് നിയോഗിതനാകുന്നത്. 95 വരെയുള്ളതായ 6 വർഷം ഞാൻ ഈ തിരുവല്ലയിൽ ഉണ്ടായിരുന്നു. പുറ്റൂരെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ക്ഷണിക്കപ്പെട്ടിരുന്നു. ഇവിടുത്തെ തിരുനാളിനായാലും ഇവിടുത്തെ മറ്റു കാര്യങ്ങൾക്കായാലും. ആ സമയത്ത് സുറബർബറായിട്ടുള്ളതായ നമ്മുടെ ഗ്രഹത്തിനച്ഛനും അതിന് മുമ്പായിട്ടുള്ളതായ അച്ഛനും ഇവരൊക്കെ ആയിരുന്നു ഇവിടെ വികാരിമാരായിരുന്നത്. മലങ്കര ക്രമം അനുസരിച്ചൊരു കുദാശ നടത്തുവാനായിട്ട് ഒരു മലങ്കര തനിമയിൽ തന്നെ നടത്തണമെന്ന് ആവശ്യം വരുമ്പോൾ അതിനെന്നെ ക്ഷണിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് വിവാഹവും അതുപോലെ മറ്റു ചില കാര്യങ്ങൾ നടത്തുകയും പെരുന്നാളിലൊക്കെ സംബന്ധിക്കുകയും ചെയ്തത് ഞാൻ ഓർക്കുകയാണ്. ഇവിടെ പരാമർശിച്ചതുപോലെ ജ്ഞാനായക്കാരുടെ ഇടയിൽ നിന്നാണ് ഞാൻ എന്നുള്ളത് അധികം പേർക്ക് അറിയാൻ പാടില്ല. കാരണം കോട്ടയം രൂപതയിലോ ചിങ്ങവനം രൂപതയിൽപ്പെടുന്നവരാണ് ജ്ഞാനായക്കാരെന്ന് സ്വാഭാവികമായിട്ടും ഒരു ചിന്തയുണ്ടാകും. എന്നാൽ നമ്മുടെ ജ്ഞാനായ സ്വത്വബോധം ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെയാണല്ലോ വളർന്നു വരുന്നത്. സാമുദായികമായി നമ്മൾ ജ്ഞാനായക്കാരെന്നുള്ള ചിന്ത നമുക്ക് എല്ലാവർക്കും വളരെ കൃത്യമായിട്ടുണ്ട്. പക്ഷെ നവോത്ഥാന കാലഘട്ടത്തിലാണ് ഈ സ്വത്വബോധം കുറെ കൂടി ശക്തിപ്പെടുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ജ്ഞാനായക്കാർക്ക് വേണ്ടി ചിങ്ങവനം കേന്ദ്രീകരിച്ച് യാക്കോബായ സഭയിലെ ജ്ഞാനായക്കാർക്ക് വേണ്ടി രൂപത ഉണ്ടായത്. കോട്ടയം രൂപതയിലെ ജ്ഞാനായക്കാർക്ക് വേണ്ടി മലങ്കര കത്തോലിക്ക സഭയിലെ ജ്ഞാനായക്കാർക്ക് വേണ്ടി കോട്ടയം രൂപതയും ഉണ്ടായത്. അതിനു മുമ്പ് പലപ്പോഴും നമ്മൾ ഒരുമിച്ച് പല പള്ളികളിൽ ചേർന്ന് നടക്കുകയായിരുന്നു. ഒരുമിച്ച് നടക്കുമ്പോൾ തവണകൾ വെച്ചുകൊണ്ട് ജ്ഞാനായക്കാർക്ക് പ്രത്യേക കുർബാന. ഞങ്ങളുടെ മൂലപ്പള്ളി എന്ന് പറയുന്നത് പിറവം പള്ളിയാണ്. പിറവം പള്ളിയിൽ ജ്ഞാനായ കത്തോലിക്കയുടെ വക ലേറ്റായിട്ടാണ് വരുന്നത്. അവിടെ ജ്ഞാനായ മലങ്കരക്കാര് ഞങ്ങൾ രാമമംഗലക്കാര് ഇന്ന് 300-400 വീട്ടുകാരുടെ കുടുംബമാണ് രാമമംഗലം ജ്ഞാനായക്കാർ എന്ന് പറയുന്നത്. അവർ പിറവം പള്ളിയുടെ ഭാഗമായിരുന്നു. അതിനുശേഷം മാമലശ്ശേരിയിലേക്ക് മാറി മാമലശ്ശേരിയിൽ നിന്നാണ് രാമമംഗലം ഇടവകയായത്. അപ്പോൾ ഒരുമിച്ച് നമ്മൾ നിൽക്കുന്നു. ജ്ഞാനായക്കാർ സാമുദായികമായിട്ട് ചേരുന്നു. പക്ഷെ ജ്ഞാനായ സ്വത്വബോധം അതുപോലെ സജീവമല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് പ്രവർത്തിച്ചത് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. ജ്ഞാനായ മലങ്കര സഭയുടെ രൂപീകരണത്തിന്റെ നേതൃത്വം പ്രധാനമായിട്ടും വഹിച്ചത് പുലയംകാട്ടിലച്ഛൻ എന്ന് പറയുന്ന അച്ഛനാണ്. ശ്രീമൂലപുരം പ്രജാസഭ മെമ്പറൊക്കെ ആയിരുന്ന വ്യക്തി. അന്ന് യാക്കോബായ ജ്ഞാനായ സഭയിലെ ഏറ്റവും പണ്ഡിതനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ നമ്മുടെ മലങ്കര ക്രമം ആദ്യമായിട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത പുസ്തകത്തിന്റെ ഒക്കെ സംശോധകനായിട്ട് പുലയംകാട്ടിലച്ഛനുണ്ടായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛൻ മരിക്കുവാനായിട്ടിടയായി. ഏറ്റവും ആദ്യം ജോസ്കോർ ശ്രീമേനിയുടെ കൂടത്തിൽ SH ഗ്രൗണ്ടിൽ വന്ന് പുലയംകാട്ടിലച്ഛനും ചേർന്നാണ് ആദ്യത്തെ പുനരൈക്യം നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. പുലയംകാട്ടിലച്ഛൻ രാമമംഗലത്ത് നിന്ന് കോട്ടയം രൂപതയിൽ ചേർന്നു എങ്കിലും 2 അൽമായ സഹോദരങ്ങൾ അന്ന് കോട്ടയത്ത് നിന്ന് പുനരൈക്യപ്പെട്ടു എങ്കിലും അവര് പിറവം പള്ളിയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ 30കളില് ഞങ്ങളുടെ വെള്ളിച്ചൻ തലപ്പെട്ടക്കിലച്ഛനൊക്കെ പുനരൈക്യപ്പെടുവാൻ ആലോചിച്ചപ്പോൾ കത്തോലിക്ക സഭയുമായി ചേരുക എന്നതിന് പ്രാമുഖ്യം നൽകി. അത് ജ്ഞാനായ സ്വത്വബോധം കുറച്ച് വെച്ചുകൊണ്ടല്ല, എങ്ങനെയായാലും യാക്കോബായക്കാരായിരിക്കുന്നതിനേക്കാൾ കത്തോലിക്കരാകുക എന്ന ചിന്തയുള്ളത് കൊണ്ടാണ് അങ്ങനെ വന്നത്. അവർ പുനരൈക്യപ്പെട്ടപ്പോൾ ഈ രാമമംഗലത്തെ ജ്ഞാനായക്കാർ കോട്ടയം രൂപതയിൽ ചേരുന്നതിന് പകരം അന്ന് എറണാകുളം രൂപതയിൽ ചേരാൻ ആലോചിച്ചു. അതിനുശേഷമാണ് പുനരൈക്യം നടക്കുന്നത്. അതുകൊണ്ട് പിന്നീട് തിരുവല്ല രൂപതയിലേക്ക് വരികയൊക്കെ ചെയ്യാനിടയായ സാഹചര്യം. ഞങ്ങളുടെ ഇടവക മുഴുവൻ അന്ന് അച്ഛനും തലപ്പെട്ടക്കൽ അച്ഛനും തലപ്പെട്ടക്കൽ സിംഹാസനം നിങ്ങൾക്കറിയാം. കാരണം കോട്ടയം രൂപതയുടെ ഭാഗമായ തലപ്പെട്ടക്കൽ അച്ഛൻ എന്ന പേരിൽ അദ്ദേഹം ഇവിടെ ശുശ്രൂഷ ചെയ്തു. അദ്ദേഹവും പുനരയിക്കപ്പെട്ടത് തിരുവല്ലായിലാണ്. തിരുവല്ലായിൽ പുനരയിക്കപ്പെട്ടതിന് ശേഷം ജോളപ്രഭൻ തിരുമേനിക്ക് അവിടെ ഒരു സ്വീകരണം കൊടുത്തപ്പോൾ ഷമാസിന്റെ പാട്ടൊക്കെ കേട്ട് മനോഹരമായിരിക്കുന്നതുകൊണ്ട് കോട്ടയം രൂപതയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയും കോട്ടയം രൂപതയിലേക്ക് വിട്ടുകൊടുക്കുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതിനൊന്നും മടിയില്ലായിരുന്നു. നേരത്തെ പുനരയിക്കപ്പെട്ട ആത്മായ സഹോദരങ്ങൾ 2 പേര് തിരുവല്ല രൂപതയുടെ ഭാഗമായി പ്രവർത്തിക്കുവാൻ ജോളപ്രഭൻ പിതാവ് അനുവദിച്ചു. അതുകൊണ്ട് ജ്ഞാനായക്കാരായതുകൊണ്ട് അവിടെ ആയാലും ഇവിടെ ആയാലും കുഴപ്പമുണ്ട് എന്ന് ചിന്തിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഇടവക
ഈ ജ്ഞാനായ സഭയിൽപ്പെട്ടതായ ഒരു ഇടവക തിരുവല്ല രൂപതയിൽ പ്രവർത്തിച്ചിരുന്നു. ഞങ്ങൾക്ക് ഇടവകയിൽ നിന്ന് ഇപ്പോൾ 5 വൈദികരാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഞങ്ങൾ 4 പേരാണുള്ളത്. 2 പേർ വാങ്ങിപ്പോയി, മരിച്ചുപോയി. അതുകൂടാതെ പുനരയിക്കപ്പെട്ട 3 വൈദികരുണ്ട്. എല്ലാവരും മലങ്കര കോട്ടയം തിരുവല്ല രൂപതയിലാണ് ചേർന്നത്. പുത്തമനന്തപുരം പിന്നീട് കോട്ടയം രൂപതയിലേക്ക് മാറുകയാണ് ചെയ്തത്. അങ്ങനെയാണ് മലങ്കര പള്ളി അവിടെ വരാനായിട്ട് ഇടയായത്. ഞാൻ ഈ ചരിത്രമൊക്കെ പറഞ്ഞത് നമ്മുടെ സ്വത്വബോധത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ കൃത്യം ഇവിടെ വേണം അവിടെ വേണമെന്നൊന്നും ചിന്തിച്ചില്ല. നാനായക്കാരുടെ സാമുദായികമായ ഒരു ബോധം നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ വിശ്വാസത്തിൽ വളരുക എന്ന് പറയുന്നതായ ഒരു ചിന്ത ഉണ്ടായിരുന്നു. ആ ഒരു ചിന്തയുടെ പശ്ചാത്തലത്തിലാണ് ഞങ്ങളൊക്കെ വളർന്നു വന്നത്. ഏതായാലും ഇന്ന് ഒരു പ്രത്യേകമായ ഒരു ശുശ്രൂഷയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ ജ്ഞാനായ സ്വത്വബോധത്തിൽ നിന്ന് അകന്നല്ല ഞാൻ നിൽക്കുക. ജ്ഞാനായ യാക്കോബായ സഭയുമായിട്ടും എനിക്ക് ബന്ധമുണ്ട്. കാരണം എൻ്റെ പിതാവ് ജ്ഞാനായ യാക്കോബായ സഭയിൽ നിന്നുമാണ് പുനരയിക്കപ്പെട്ടതെങ്കിൽ അമ്മ ജ്ഞാനായ കത്തോലിക്ക സഭയിൽ ആർത്തൂറ്റുമംഗലം ഇടവകക്കാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബന്ധവും എനിക്കുണ്ട്. അങ്ങനെ 2 രീതിയിലും കോട്ടയം രൂപതയും ചിങ്ങവനം രൂപതയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ വളർന്നിട്ടുള്ളത്. ഇന്ന് സുവിശേഷത്തിന്റെ ഒരു ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം CBCI മീറ്റിംഗിൽ സംബന്ധിക്കുവാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. തോപ്പിൽ പിതാവ് ആർത്തൂറ്റുമംഗലം ഇടവക്കാരനാണ്. ഞാൻ ഒരു മാമോദിസത്തിൽ മുങ്ങിയവരായതുകൊണ്ട് തോപ്പിൽ പിതാവ് കടന്നു വന്നതിന് ശേഷം എന്നെ ആശംസിച്ചുകൊണ്ട് പറഞ്ഞത് ജ്ഞാനായക്കാരും മിഷണറി മെത്രാന്മാരുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജ്ഞാനായ മിഷണറി മെത്രാന്മാരുടെ സംഘത്തിലേക്ക് അദ്ദേഹം എന്നെ സ്വാഗതം ക്ഷണിക്കുകയുണ്ടായി. അതുകൊണ്ട് ജ്ഞാനായക്കാര് എവിടെയാണ് എന്നുള്ളതല്ല പ്രത്യേകത. ദൈവത്തിന്റെ പ്രത്യേകമായ നിയോഗത്താൽ ജ്ഞാനായ സമുദായത്തിൽപ്പെട്ടതായ ആളുകൾ